ഇതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് അക്കൗണ്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ്ങിലൂടെ കുറെ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ആർക്ക്? യൂസേഴ്സിന്. ആരാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റ് ഈ റെക്കോർഡിങ്ങും ക്ലാസിഫൈങ്ങും ഒക്കെ ചെയ്ത് കുറെ ഇൻഫർമേഷൻ യൂസർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഇൻഫർമേഷന് ഉണ്ടായിരിക്കേണ്ട ചില സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഒന്നാമത്, ആ ഇൻഫർമേഷൻ, ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലയബിൾ ആയിരിക്കണം. റിലയബിലിറ്റി, അത് വിശ്വാസയോഗ്യമായിരിക്കണം, അത് ആക്യുറേറ്റ് ആയിരിക്കണം, അത് അൺബയസ്ഡ് ആയിരിക്കണം. ക്ലിയർ? അവിടെ അക്കൗണ്ടന്റിന്റെ പേഴ്സണൽ ബയസിന് ഒരു സ്ഥാനം ഉണ്ടാകരുത്. അവിടെ ഇറേഴ്സ് മാക്സിമം കുറച്ചിരിക്കണം. സോ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ട്രസ്റ്റ് ദി ഇൻഫർമേഷൻ. ഈ കൊടുക്കുന്ന ഇൻഫർമേഷനെ യൂസേഴ്സിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. അത്തരത്തിൽ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇൻഫർമേഷൻ ഷുഡ് ബി ആക്യുറേറ്റ് ആൻഡ് അൺബയസ്ഡ് ആൻഡ് ഇറ്റ് റിഫ്ലക്ട് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു റെപ്രസെന്റ്. ഇപ്പൊ ഒരു റിപ്പോർട്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ട് പറയുന്നു ഈ കമ്പനിക്ക് പ്രോഫിറ്റ് ആണ് ഈ വർഷം. അങ്ങനെയാണെങ്കിൽ ആ ഇൻഫർമേഷനെ വിശ്വസിക്കാൻ തക്ക രീതിയിൽ റിലയബിൾ ആയിരിക്കണം ആ ഒരു റിപ്പോർട്ട്. എന്നാൽ മാത്രമേ ആ ഒരു പ്രോഫിറ്റ് ആണ് എന്ന ആ ഒരു വാർത്തയുടെ ബേസിസിലായിരിക്കും ആൾക്കാർ ഡിസിഷൻ എടുക്കുന്നത്. സോ റിലയബിൾ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. അതുപോലെ ഇറ്റ് ഷുഡ് ബി ക്രെഡിബിൾ. ക്രെഡിബിൾ ആയിരിക്കണം, ഇൻഡിപെൻഡന്റ്ലി വെരിഫൈഡ് ആയിരിക്കണം, അതായത് ഓഡിറ്റഡ് ആയിരിക്കണം. അതിനെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ. ന്യൂട്രൽ ആയിരിക്കണം, അതുപോലെ തന്നെ ട്രൂത്ത്ഫുള്ളും ആയിരിക്കണം. ക്ലിയർ? ഇതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടുന്ന സവിശേഷതയാ? ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ടുന്ന സവിശേഷതയാ. ഇതില്ലെങ്കിൽ അത് നല്ലൊരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ല. ആ റിപ്പോർട്ട് ഫോൾസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ബയസ്ഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇനാക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാം. സോ റിലയബിലിറ്റി ഷുഡ് ബി ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഷുഡ് ഹാവ്. റിലയബിൾ ആയിരിക്കണം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. രണ്ടാമത് പറയുന്നത് റിലവൻസ് ഉണ്ടായിരിക്കണം. ഓൾറെഡി പറഞ്ഞതാ, ടൈംലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ അക്കൗണ്ടന്റിന് സാധിക്കണം. ഈ വർഷത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് 4 വർഷം കഴിഞ്ഞിട്ടല്ല മാനേജ്മെന്റിന് കൊടുക്കേണ്ടത്. ഈ വർഷത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഈ വർഷം കഴിയുന്ന ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. എന്നാലേ ടൈംലി ആയിട്ട് നമ്മളെ പ്രോബ്ലംസ് അസസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് റിലവൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത് അണ്ടർസ്റ്റാൻഡബിലിറ്റി. മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. Decision makers should understand the information as intended. അക്കൗണ്ടന്റ് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അതേ ഐഡിയ തന്നെ റിസീവർക്ക് കിട്ടിയിരിക്കണം. അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. റിസീവർ ആരാ? ഡിസിഷൻ മേക്കേഴ്സ്. അവർക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇസ് വൈറ്റൽ. സോ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ആ ഒരു ഇൻഫർമേഷൻ. അക്കൗണ്ടന്റ് ഷുഡ് പ്രസന്റ് ഇൻഫർമേഷൻ ക്ലിയർലി വിതൗട്ട് സാക്രിഫൈസിങ് ആക്യുറസി ആൻഡ് റിലവൻസ്. അപ്പൊ ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം, ആക്യുറസിയും റിലവൻസും സാക്രിഫൈസ് ചെയ്യാതെ. ക്ലിയർ ആണോ? ആക്യുറസി സാക്രിഫൈസ് ചെയ്യരുത്, റിലവൻസ് സാക്രിഫൈസ് ചെയ്യരുത്. അങ്ങനെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യണം. എന്തിനെ? അക്കൗണ്ടിങ് ഇൻഫർമേഷന്. ആർക്ക്? യൂസേഴ്സിന്. ആരാ പ്രസന്റ് ചെയ്യേണ്ടത്? അക്കൗണ്ടന്റ്. മൂന്നാമത് കമ്പയറബിലിറ്റി. കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഇതേ കമ്പനിയുടെ മുൻകാലങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ ഗുണമുള്ളൂ. ഈ വർഷം 2024 അല്ലെങ്കിൽ 2024 വർഷത്തിൽ ലാഭമാണ് കമ്പനിക്ക് ഉണ്ടായത്. ഓക്കെ, സമ്മതിച്ചു. 2023 റിപ്പോർട്ടുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്താലേ 2023 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ലാഭം കൂടിയോ ലാഭം കുറഞ്ഞോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ കമ്പയറബിൾ ആയിരിക്കും. കമ്പയറബിൾ ആകണമെങ്കിൽ 2023 പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ആയിരിക്കണം 2024 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ക്ലിയർ? 2023 വേറൊരു രീതി പ്രിപ്പയർ ചെയ്തു, 2024 വേറെ മറ്റൊരു രീതി പ്രിപ്പയർ ചെയ്തു. അപ്പൊ അവിടെ കമ്പയറബിലിറ്റി കോംപ്രമൈസ്ഡ് ആവും. ക്ലിയർ? സോ അങ്ങനെ ഉണ്ടാകരുത്. കൺസിസ്റ്റന്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? പ്രിപ്പറേഷൻ നടത്താൻ. പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, ഇതെല്ലാം
കൺസിസ്റ്റന്റ് ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം, മാറ്റം ഉണ്ടാകരുത്. മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കണം. ക്ലിയർ? അതായത് റിപ്പോർട്ട് ഷുഡ് യൂസ് കൺസിസ്റ്റന്റ് പീരീഡ്. 2023 ജാനുവരി ടു ഡിസംബർ ആണ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് എടുത്ത് റിപ്പോർട്ട് സമർപ്പിച്ചത്. 2024 വരുമ്പോഴത്തേക്ക് മാർച്ച് ടു ഏപ്രിൽ എന്ന് പറയുന്ന അക്കൗണ്ടിങ് പീരീഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ രണ്ടിനെ ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2023 ജാൻ ടു ഡിസംബർ ആണ് എടുത്തിരിക്കുന്നത്, ഇവിടെ മാർച്ച് ടു ഏപ്രിൽ ആണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏപ്രിൽ ടു മാർച്ച് ആണ് എടുത്തിരിക്കുന്നത്. സോ കമ്പാരബിലിറ്റി നഷ്ടമായി. അതുകൊണ്ട് പീരീഡ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. പീരീഡ് കൺസിസ്റ്റന്റ് ആണെങ്കിൽ കമ്പാരബിലിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കും. ജാൻ ടു ഡിസംബർ ആ ഫോളോ ചെയ്യുന്നെങ്കിൽ ഓക്കെ, ഫോളോ ദാറ്റ് ത്രൂ ഔട്ട് ദ ഇയേഴ്സ്, അത് തന്നെ ഫോളോ ചെയ്യും. ഇനി ഏപ്രിൽ ടു മാർച്ച് ആണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്തു എല്ലാ വർഷവും. സോ കൺസിസ്റ്റന്റ് പീരീഡ് ആയിരിക്കണം. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. നിങ്ങൾ എടുക്കുന്ന മെഷർമെന്റ് യൂണിറ്റ് മണിയിൽ മെഷർ ചെയ്യുന്നെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ മെഷർ ചെയ്ത് പോവുക. ക്ലിയർ? നിങ്ങൾ റുപ്പീസിലാണ് കാണിക്കുന്നതെങ്കിൽ റുപ്പീസിൽ തന്നെ കാണിക്കുക. ഡോളറിലാണെങ്കിൽ ഡോളറിൽ തന്നെ കാണിക്കുക. ഒരു പ്രാവശ്യം ഡോളറിൽ, ഒരു പ്രാവശ്യം റുപ്പീസിൽ, ആ രീതിയിൽ തോന്നുന്ന പോലെ കാണിക്കരുത്. കമ്പാരബിലിറ്റി നഷ്ടമാവും. കാരണം എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ട്. സോ ഭയങ്കര ഡിഫിക്കൽട്ട് ആയി പോകും ചെയ്യാൻ. അതുപോലെ ഫോർമാറ്റ് 2023 ഒരു ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്തു, 2024 വേറൊരു ഫോർമാറ്റിൽ. അങ്ങനെ ആകരുത്. ഫോർമാറ്റ് യൂസ് ചെയ്യുന്നതും സെയിം ആയിരിക്കണം, എന്നാലേ കമ്പാരബിലിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കത്തുള്ളൂ. സോ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും, 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ടത്. സോ ആൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലയബിൾ, റിലവന്റ്, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പാരബിൾ. ക്ലിയർ? സോ ഈ 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലയബിൾ ആയിരിക്കണം, അത് റിലവന്റ് ആയിരിക്കണം, സോ ടൈംലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം വിത്തൗട്ട് കോംപ്രമൈസിങ് റിലവൻസ് ആൻഡ് റിലയബിലിറ്റി, അതുപോലെ കമ്പയറബിൾ ആയിരിക്കണം, കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ ആണോ? സോ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തായിരിക്കണം എന്നാ പറഞ്ഞത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലയബിൾ, then it should be relevant, it should be understandable, it should be comparable. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സോ അക്കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ ഓരോന്നായിട്ട് കവർ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ? യെസ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു മൊഡ്യൂളിന്റെ പേര് തന്നെ ബുക്ക് കീപ്പിംഗ് എന്നാണ് പറഞ്ഞ് തുടങ്ങിയത് അല്ലെ? അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്നാ പഠിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നേരം. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും എന്തുകൊണ്ട് ബുക്ക് കീപ്പിംഗിൽ സ്റ്റാർട്ട് ചെയ്തില്ല, എന്തുകൊണ്ട് ഈ അക്കൗണ്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തു, എന്തുകൊണ്ട് ബുക്ക് കീപ്പിംഗിൽ സ്റ്റാർട്ട് ചെയ്തില്ല. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. അക്കൗണ്ടിങ്ങിനകത്തെ ഒരു ചെറിയ സംഭവമാണ് ബുക്ക് കീപ്പിംഗ്. ക്ലിയർ? അക്കൗണ്ടിങ്ങിനകത്തെ ചെറിയൊരു സംഭവം ബുക്ക് കീപ്പിംഗ്. ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിങ്ങിൽ തുടങ്ങും, അതിനുശേഷം ക്ലാസിഫൈയിങ് ഉണ്ട്, അതിനുശേഷം സമ്മറൈസിങ് ഉണ്ട്, പിന്നെ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഉണ്ട്. ക്ലിയർ? ഇത്ര കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഇതിൽ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിങ്ങിനെ അങ്ങോട്ട് മാറ്റി നിർത്തി ആദ്യത്തെ 3 സ്റ്റെപ്പ് മാത്രം എടുക്കുക. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഇത് മാത്രം എടുത്താൽ അതിനെ നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കാം. അതിന്റെ കൂടെ ഇന്റർപ്രിട്ടേഷനും അനാലിസിസും വരുമ്പോൾ, കമ്മ്യൂണിക്കേഷനും വരുമ്പോൾ അക്കൗണ്ടിങ് ആകും. ക്ലിയർ? സോ അക്കൗണ്ടിങ് ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണെങ്കിൽ ബുക്ക് കീപ്പിംഗ് കുറച്ചുകൂടെ ഒരു നാരോ കോൺസെപ്റ്റാണ്. ബുക്ക് കീപ്പിംഗിൽ അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ 3 സ്റ്റെപ്പ് മാത്രമേ വരുന്നുള്ളൂ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് കീപ്പ് ചെയ്യുക. അപ്പം ട്രാൻസാക്ഷൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുക, അത് മാത്രമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. സോ ബുക്ക് കീപ്പിംഗ് ഇൻക്ലൂഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, ക്ലാസിഫൈങ് ദ ട്രാൻസാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റി ആൻഡ് അറ്റ് ലാസ്റ്റ് സമ്മറൈസിങ് ദ ട്രാൻസാക്ഷൻ. 3 കാര്യങ്ങൾ. ഇതാണ് ബുക്ക് കീപ്പിംഗ്. ഇതിന്റെ കൂടെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ റെക്കോർഡ്സ് പ്ലസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ റിസൾട്ട്, ഇത്രയും കൂടെ വരുമ്പം വി കോൾ ഇറ്റ് അക്കൗണ്ടിങ്. ഓക്കെ ആണോ? ബുക്ക് കീപ്പിംഗ് എന്താണ്, അക്കൗണ്ടിങ് എന്താണ് എന്ന് വ്യക്തമായ ധാരണ കിട്ടിയിട്ടുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. സോ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് നോക്കാം. വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ് ആൻഡ് വാട്ട് ഈസ് അക്കൗണ്ടിങ്? Bookkeeping and accountancy are two closely related fields within the broader discipline of accounting. Accounting എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് വരുന്ന 2 സാധനങ്ങളാണ് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസി. ക്ലിയർ?
രണ്ടും ഇതിനകത്ത് വരുന്ന ഡിസിപ്ലിൻ ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. വൈൽ ദേ ആർ ഓഫൺ യൂസ് ഇന്റർചേഞ്ചബിളി, മിക്ക സമയങ്ങളിലും ഈ രണ്ട് വാക്കുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചു ഉപയോഗിക്കും. സെയിം മീനിങ് തന്നെയാണ് പലപ്പോഴും നമ്മൾ അതിന് കൊടുക്കുന്നത്. ബട്ട് ദേ ഹാവ് ഡിസ്റ്റിന്റ് റോൾ ആൻഡ് ഫങ്ഷൻസ് ഇൻ ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓഫ് ബിസിനസ്. സോ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആദ്യം നമുക്ക് ബുക്ക് കീപ്പിംഗിന്റെ ഡെഫിനിഷനിലേക്ക് പോകാം. Bookkeeping is the process of recording, classifying and organizing financial transactions in a systematic manner. So recording, classifying, summarizing. ഇത് മൂന്നെണ്ണമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. It is a foundational aspect of accounting and involve the day-to-day recording of financial transactions. So ഒരു കടയിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ഡേ ടു ഡേ ബേസിസിൽ റെക്കോർഡ് ചെയ്തു പോകുന്നു. അതിനെ സിമിലാരിറ്റിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ഇതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ദാറ്റ് ഈസ് ബുക്ക് കീപ്പിംഗ്. ഓക്കെ അല്ലേ? ബുക്ക് കീപ്പിംഗിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ? റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ലെഡ്ജറിൽ പോസ്റ്റിംഗ് നടത്തിക്കൊണ്ടാണ്. പിന്നെ അക്കൗണ്ടുകളെ ബാലൻസ് ചെയ്യുന്നു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതിപ്പോ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാനൊരു ചെറിയ എക്സ്പ്ലനേഷൻ നൽകാം, അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആവും. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസാക്ഷൻസ്, ഒരു സംഭവം നടക്കുക, പർച്ചേസ് ചെയ്തു എന്ന് എഴുതുന്നു, അതിനെയാണ് റെക്കോർഡിംഗ് എന്ന് വിളിക്കുന്നത്. സോ റെക്കോർഡിംഗ് ചെയ്യുന്നത് ഒരു ബുക്കിലാണ്. ആ ബുക്കിന്റെ പേരാണ് ജേണൽ എന്ന ബുക്കിലാണ് നമ്മൾ റെക്കോർഡിംഗ് നടത്തുന്നത്. ക്ലിയർ? അപ്പൊ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നു. സോ ബുക്ക് കീപ്പിംഗ് ഇൻവോൾവ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻക്ലൂഡിംഗ് സെയിൽ. ഒരു സെയിൽ നടന്നാൽ, നമ്മൾ സാധനം വിറ്റാൽ അല്ലെങ്കിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്താൽ, നമുക്ക് പർച്ചേസ് ചെയ്തല്ലേ വിൽക്കാൻ പറ്റും. സോ പർച്ചേസും ചെയ്യണം, പർച്ചേസ് ചെയ്ത സാധനം വിൽക്കുകയും വേണം. സോ സെയിൽ നടന്നാൽ, പർച്ചേസ് നടന്നാൽ, റെസീപ്റ്റ് നടന്നാൽ, നമുക്ക് എന്തെങ്കിലും കിട്ടി, പൈസ ഇങ്ങോട്ടേക്ക് വന്നു, നമുക്ക് വിൽപ്പന അല്ലാതെ പൈസ വരാൻ വേറെ മാർഗങ്ങളുണ്ട്. നമുക്കൊരു കടമുറി ഉണ്ടായിരുന്നു, നമ്മളത് വാടകയ്ക്ക് കൊടുത്തു, വാടക കിട്ടി, റെന്റ് കിട്ടി, റെസീറ്റ്. ക്ലിയർ? അതുപോലെ പേയ്മെന്റ്, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തു, പേയ്മെന്റ്. സോ നമുക്ക് സെയിലിലൂടെ വരുമാനം കിട്ടാം, പർച്ചേസിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകാം. അല്ലാതെ ഇത് രണ്ടും കൂടാതെ നമുക്ക് മറ്റ് സോഴ്സിൽ നിന്ന് വരുമാനം ലഭിക്കാം, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകാം. സോ സെയിൽ ഉണ്ടാകാം, പർച്ചേസ് ഉണ്ടാകാം, റെസീറ്റ് ഉണ്ടാകാം, പേയ്മെന്റ് ഉണ്ടാകാം. ക്ലിയർ? സോ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. ദിസ് ഇസ് ടിപ്പിക്കലി ഡൺ ഇൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ക്ലിയർ? പക്ഷെ ലെഡ്ജർ എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, ജേണൽ. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ജേണൽ എന്ന് മാത്രം ഓർക്കുക. ജേണലിലാണ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ ഒരുമിച്ച് കൂട്ടണം ഒരൊറ്റ ഹെഡിങ്ങിനകത്ത്, അല്ലെങ്കിൽ അവരുടെ സിമിലാരിറ്റിയുടെ ബേസിസിൽ ഹെഡിങ്ങിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. So transactions are categorized into different accounts such as asset, liability, equity അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ്, ഇങ്ങനെ നമ്മൾ ഹെഡുകളായിട്ട് തിരിക്കുന്നു. അസറ്റുകളെയൊക്കെ അസറ്റിനകത്ത് എഴുതുന്നു, ലൈബിലിറ്റികളെ ലൈബിലിറ്റിക്കകത്ത് എഴുതുന്നു, ഇക്വിറ്റികളെ അതിനകത്ത് എഴുതുന്നു, റവന്യൂവിനെ അതിനകത്ത് എഴുതുന്നു, എക്സ്പെൻസിനെ അതിനകത്ത് എഴുതുന്നു. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തുന്നത് ഏത് അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ ഏതൊരു പെർട്ടിക്കുലർ ബുക്കിലൂടെയാ? ലെഡ്ജർ എന്ന ബുക്കിലൂടെയാ ക്ലാസിഫിക്കേഷൻ. സോ ക്ലാസിഫിക്കേഷൻ ഏത് ബുക്കിലൂടെ നടത്താൻ സാധിക്കും? ലെഡ്ജർ. സോ ജേർണൽ ഈസ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് ലെഡ്ജർ ഈസ് ഫോർ ക്ലാസിഫൈങ്. അതാണ് പോസ്റ്റിംഗ് ടു ലെഡ്ജർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ലെഡ്ജർ എന്ന് പറയുന്ന അക്കൗണ്ടിനകത്ത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സിനകത്ത് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലെഡ്ജറിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ അക്കൗണ്ടിനകത്തുനിന്ന് എത്രയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. സോ അതിനെ ബാലൻസിങ് എന്ന് വിളിക്കുന്നത്. ഇതിനെല്ലാം ശേഷം അവസാനമാണ് സമ്മറൈസിങ് ചെയ്യുന്നത് ട്രയൽ ബാലൻസിലൂടെയാണ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താണ് സമ്മറൈസ് ചെയ്യുന്നത്. ട്രയൽ ബാലൻസ്. അപ്പൊ സമ്മറി ആയിട്ട് ജസ്റ്റ് ഇത്രയും ഓർത്താൽ മതി. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ, സമ്മറൈസേഷൻ. ഇത് മൂന്നെണ്ണമാണ് ബുക്ക് കീപ്പിംഗ്. റെക്കോർഡിംഗ് നടക്കുന്നത് ജേർണലിലൂടെ, ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ലെഡ്ജറിലൂടെ, സമ്മറൈസിങ് നടക്കുന്നത് ട്രയൽ ബാലൻസിലൂടെ.
അപ്പൊ 3 അക്കൗണ്ടുകളുടെ പേര് അല്ലെങ്കിൽ ഒരു ബുക്കിന്റെയും എന്താ പറയുന്നത് ഒരു ട്രയൽ ബാലൻസ് അതുപോലെ തന്നെ ലെഡ്ജർ 3 പേരുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. 3ഉം ബുക്ക് കീപ്പിംഗുമായിട്ടും അക്കൗണ്ടിങ്ങുമായിട്ടും ബന്ധപ്പെട്ടതാണ്. ബുക്ക് കീപ്പിങ്ങിനകത്ത് വരുന്ന 3 സ്റ്റെപ്പുകൾ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. ഈ 3 സ്റ്റെപ്പുകൾ മാത്രമാണ്. അതിനകത്ത് റെക്കോർഡിംഗ് നടക്കുന്നത് ജേർണലിലൂടെയാണ്, ക്ലാസിഫൈങ് നടക്കുന്നത് ലെഡ്ജറിലൂടെയാണ്, സമ്മറൈസിങ് നടക്കുന്നത് ട്രയൽ ബാലൻസിലൂടെയാണ്. സോ ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും. വാട്ട് ഈസ് ജേർണൽ, വാട്ട് ഈസ് ലെഡ്ജർ ആൻഡ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതിനകത്ത്? ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ ഓക്കെ സോ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ബുക്ക് കീപ്പിംഗ് എന്താണ്, അതുപോലെ ബുക്ക് കീപ്പിംഗിലെ കീ ഫാക്ടേഴ്സ്. സോ അത്രയും കഴിഞ്ഞു. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബുക്ക് കീപ്പിംഗ്. എന്തിന് നമ്മൾ ബുക്ക് കീപ്പിംഗ് നടത്തണം, എന്തിന് റെക്കോർഡ് ചെയ്യണം, എന്തിന് ക്ലാസിഫൈ ചെയ്യണം, എന്തിന് സമ്മറൈസ് ചെയ്യണം, അല്ലെങ്കിൽ വൈ വി ഹാവ് ടു പ്രിപ്പയർ ജേർണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. ഒന്നാമത്തെ റീസൺ ആക്യുറസി, എൻഷുർ ആക്യുറേറ്റ് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നേ ഇല്ല, തോന്നുമ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ എഴുതും. അങ്ങനെയാണെങ്കിൽ ആക്യുറസി നഷ്ടപ്പെടാം. ട്രാൻസാക്ഷൻസ് ഇടയ്ക്കൂടെ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ട്രാൻസാക്ഷൻസ് മിസ്സായി പോയാൽ വരുമാന നഷ്ടമുണ്ട്, അല്ലെങ്കിൽ വരുമാനം റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആക്യുറസിയെ ബാധിക്കും. സോ ആക്യുറസി ഉറപ്പുവരുത്താൻ ബുക്ക് കീപ്പിംഗ് അനിവാര്യമാണ്. രണ്ടാമത് ഓർഗനൈസേഷൻ, ഹെൽപ്പ് ഇൻ ഓർഗനൈസിങ് ഫിനാൻഷ്യൽ ഡേറ്റ സിസ്റ്റമാറ്റിക്കലി. നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ഈ ഡേറ്റ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് നിർത്താൻ ഈ പെർട്ടിക്കുലർ ബുക്ക് കീപ്പിംഗ് കൊണ്ട് സാധിക്കും. മൂന്നാമത് കംപ്ലയൻസ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ സ്ഥാപനം പ്രോപ്പർ റെക്കോർഡ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിയമം വഴി പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലയൻസ് അവർ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി ഇതൊക്കെ കൊടുക്കേണ്ടി വരും. സോ ഒരു ലീഗൽ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നു. സോ അതും ബുക്ക് കീപ്പിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്, പ്രൊവൈഡ്സ് റിലയബിൾ ഫിനാൻഷ്യൽ ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻസ് എടുക്കാനുള്ള വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ഡേറ്റ കൊടുക്കുന്നു ബുക്ക് കീപ്പിംഗിലൂടെ. ഞാൻ പറഞ്ഞു റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ബുക്ക് കീപ്പിംഗ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്റർപ്രിട്ടേഷൻ, അനാലിസിസും കമ്മ്യൂണിക്കേഷനും. സോ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാനും അനലൈസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എവിടുന്നാണ് എടുക്കുന്നത്? ബുക്ക് കീപ്പിംഗിൽ നിന്നാണ് എടുക്കുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് റിലയബിൾ ഫിനാൻഷ്യൽ ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർ ആണോ? സോ ഇതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ അക്കൗണ്ടിങ് കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ടേം ആണ്. ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങിനകത്ത് അല്ലെങ്കിൽ അക്കൗണ്ടൻസിക്കകത്ത് വരുന്നുണ്ട്. അക്കൗണ്ടൻസി ഇസ് ദ ബ്രോഡ് ഫീൽഡ് ദാറ്റ് എൻകംപോസസ് ബുക്ക് കീപ്പിംഗ് ആൻഡ് എക്സ്റ്റെൻഡ് ടു ദ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ക്ലിയർ ആണോ? അപ്പൊ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ബുക്ക് കീപ്പിംഗ്. അത് കഴിയുമ്പോൾ അതിന്റെ കൂടെ ഇത് ഒഴിച്ചിട്ടല്ല, ഇത് പ്ലസ് analysis and interpretation and communication, we call it accountancy. Clear? Together ഈ accountancy plus ഈ ഒരു book keeping we call it accounting. മനസ്സിലായോ? അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് പ്ലസ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു ബുക്ക് കീപ്പിംഗ് കൂടെ ഉൾപ്പെടുന്ന സംഭവത്തെ വിളിക്കുന്ന മറ്റൊരു പേര്. ക്ലിയർ? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 3 സ്റ്റേജ് മാത്രം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഏകദേശം സെയിം ഐഡിയാസ് തന്നെയാണ്. ക്ലിയർ അല്ലേ? സോ അക്കൗണ്ടൻസി ഒരു ബ്രോഡർ ഫീൽഡ് ആണ്. അതിനകത്ത് ബുക്ക് കീപ്പിംഗ് വരും. ആൻഡ് എക്സ്റ്റെൻഡ് ടു ദ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇറ്റ് ഇൻവോൾവ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ വരുന്നത് അക്കൗണ്ടൻസിയിൽ. ഓഡിറ്റിംഗ് വരുന്നത്, പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അഡ്വൈസ് വരുന്നത്. ബുക്ക് കീപ്പിംഗിൽ ഇതൊന്നുമില്ല. റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അവിടെ കൊണ്ട് തീർന്നു. അക്കൗണ്ടൻസിയിലാണ് ഇതിനെ വെച്ച് അനലൈസ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്, ഓഡിറ്റിംഗ് നടത്തുന്നത്, അതുപോലെ അഡ്വൈസ് വേണമെങ്കിൽ അഡ്വൈസ് പ്രൊവൈഡ്, ഒരു കൺസൾട്ടേഷൻ അതും പ്രൊവൈഡ് ചെയ്യും. അതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. സോ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി രണ്ടും എന്താണെന്ന് വ്യക്തമായോ? ഇനി അക്കൗണ്ടൻസിയുടെ കീ ഫങ്ഷൻസ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നതിനകത്ത് വരുന്ന കോമ്പണൻസ് അറിഞ്ഞിരിക്കണം. ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഇൻകം സ്റ്റേറ്റ്മെന്റ് പി ആൻഡ് എൽ ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നത്. ഇതൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആ പറയുന്നത്. ഓക്കെ, സോ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് വരുന്ന
കാര്യങ്ങളാണ്. ബാലൻസ് ഷീറ്റ് വരാം, അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും വിളിക്കാം കേട്ടോ. എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ബാലൻസ് ഷീറ്റിനെ നമുക്ക് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും വിളിക്കാം. പൊസിഷൻ, കാരണം ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പി ആൻഡ് എൽ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇതിലൂടെ ഇൻകം അറിയാം, വെദർ വി ഹാവ് പ്രോഫിറ്റ് ഓർ ലോസ്. അതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ഓർ ബാലൻസ് ഷീറ്റ് ഹെൽപ്പ് us to know how much asset and liability we have. നമുക്ക് എത്ര അസറ്റ് ഉണ്ട്, നമുക്ക് എത്ര ലൈബിലിറ്റി ഉണ്ട്. അതാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി തരുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി തരുന്നത് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ലോസ് എത്രയാണ്. അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഇൻഫ്ലോ എത്ര, ക്യാഷ് ഇൻഫ്ലോ വരവ് എത്ര, നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ എത്ര, ചെലവ് എത്ര. അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്തുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കോമ്പണൻസ് ആണ്. സോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് എ സമ്മറി ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് പ്രൊവൈഡ് ചെയ്യും? പ്രൊവൈഡ്സ് എ സമ്മറി ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് വി ഹാവ്. നമ്മളുടെ ബാധ്യത എത്ര, നമ്മുടെ സ്വത്തുക്കൾ എത്ര. ഓക്കെ, അപ്പൊ അസറ്റും ലയബിലിറ്റിയും എത്രയാണ് എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതുപോലെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതാണ് പെർഫോമൻസ്. അപ്പൊ ഫിനാൻഷ്യൽ പൊസിഷൻ അസറ്റ് ആണോ, അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര, എത്ര അസറ്റ് ഉണ്ട് എത്ര ലയബിലിറ്റി, അത് ഫിനാൻഷ്യൽ പൊസിഷൻ. പെർഫോമൻസ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് എത്ര അല്ലെങ്കിൽ ലോസ് എത്ര. ക്ലിയർ? സോ ഇത് രണ്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇറ്റ് പ്രൊവൈഡ് എ സമ്മറി ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ദി ബിസിനസ്. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇതിനെ അനലൈസ് ചെയ്യുന്നു. എന്തുകൊണ്ട് പ്രോഫിറ്റ് കൂടിയെങ്കിൽ കൂടി, അല്ലെങ്കിൽ കുറഞ്ഞെങ്കിൽ കുറഞ്ഞു, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടായെങ്കിൽ നഷ്ടം എന്തുകൊണ്ട് ഉണ്ടായി, അല്ലെങ്കിൽ ലൈബിലിറ്റി അസറ്റിനേക്കാൾ ഒരുപാട് കൂടുതലാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഈ അനാലിസിസും അതിന് റീസൺസ് ഇന്റർപ്രറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ക്ലിയർ? ദിസ് ഇൻവോൾവ് ഐഡന്റിഫൈങ് ട്രെൻഡ്. എന്തെങ്കിലും പെർട്ടിക്കുലർ ട്രെൻഡ് ഉണ്ടോ? നമ്മുടെ പ്രോഫിറ്റ് കൂടിക്കാണോ ഇരിക്കുന്നത്, അതോ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുവാണോ, ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ആണോ, ഡിക്രീസിങ് ട്രെൻഡ് ആണോ. ട്രെൻഡ് അനാലിസിസിലൂടെ ട്രെൻഡ് നമ്മൾ പഠിക്കും, നമ്മുടെ സ്ട്രെങ്ത് പഠിക്കും, അതുപോലെ വീക്ക്നെസ് പഠിക്കും. ഈ SWOT അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. അത് വേറൊരു രീതിയിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഏകദേശം അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിലാണ് നമ്മളത് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കും, അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ സ്ട്രെങ്ത് എത്രയാണ് അനലൈസ് ചെയ്യും, വീക്ക്നെസ് ഏതൊക്കെയാണ് അനലൈസ് ചെയ്യും, എന്തുകൊണ്ട് ലാഭം ഉണ്ടായെന്ന് നോക്കും, നഷ്ടമാണെങ്കിൽ നഷ്ടം എന്തുകൊണ്ട് ഉണ്ടായെന്ന് നോക്കും, ലാഭം കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടിയോ കുറഞ്ഞോ നോക്കും, കൂടിയെങ്കിൽ ഇതൊരു പോസിറ്റീവ് ട്രെൻഡ് ആണോ കാണിക്കുന്നത് നോക്കും, കുറയുവാണെങ്കിൽ ഇതൊരു നെഗറ്റീവ് ട്രെൻഡ് ആണോ, ഭാവിയിൽ വേണ്ടി കുറയാനാണോ ചാൻസ് എന്നുള്ളതിനെ പറ്റി നോക്കും. അതാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതും അക്കൗണ്ടൻസിയുടെ ഭാഗമാണ്. മൂന്നാമതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. Accountants may conduct internal or external audit to ensure the accuracy and reliability of financial information. So ഈ ഇൻഫർമേഷൻ അക്കൗണ്ടന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ടന്റ് സ്വയം പ്രിപ്പയർ ചെയ്തത് അയാളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പക്ഷെ കമ്പനിക്ക് അറിയണം ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും? വേറൊരാളെ അപ്പോയിന്റ് ചെയ്യും, ഇതിനെ ഓഡിറ്റ് ചെയ്യൂ, ഇതിനെ ഇൻസ്പെക്ട് ചെയ്യൂ, ഇതിനെ ചെക്ക് ചെയ്യൂ എന്ന് പറയും. ടു എൻഷുർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അപ്പൊ അയാൾ ഇതിനെ ചെക്ക് ചെയ്യും, അയാളെ വിളിക്കുന്ന പേരാണ് ഓഡിറ്റർ. എന്നിട്ട് അയാൾ പറയും ഓക്കെ ഇത് ഓക്കെ ആണ്, കുഴപ്പമില്ല. ക്ലിയർ? സോ അതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം നാലാമത്തെ പോയിന്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അഡ്വൈസ്. അപ്പൊ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എല്ലാം മനസ്സിലായി. അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യും? പ്ലാനിങ് നടത്തും. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. ഇനി മുന്നോട്ടേക്ക് എങ്ങനെ പോകണം, ആൻഡ് ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വോണ്ട് ടു ഗോ. നമ്മൾ എവിടെയാണ്, നമുക്ക് എങ്ങോട്ടേക്ക് പോകണം, അത് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാനും അക്കൗണ്ടൻസി സഹായിക്കും. നോക്കിയേ, ബുക്ക് കീപ്പിംഗ് ഇതെല്ലാം ഉണ്ടോ? ഇല്ല. ജസ്റ്റ് ചുമ്മാ ഒരു കണക്കപ്പിള്ള എഴുതുന്ന പോലെ എഴുതി വെക്കുന്നതാണ് ബുക്ക് കീപ്പിംഗ്. അത് കഴിഞ്ഞ് അനാലിസിസ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ വക കാര്യങ്ങളുണ്ട്. കൺസൾട്ടേഷൻ തന്നെയല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് നോക്കിയിട്ട് ഓക്കെ യു ആർ നോട്ട് ഹെൽത്തി, യുവർ ഓർഗനൈസേഷൻ ഇസ് നോട്ട് ഹെൽത്തി, ഇറ്റ് നീഡ് ദിസ് ആൻഡ് ദിസ് വേർഡ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിപ്പയർ. ക്ലിയർ?
സോ അതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അഡ്വൈസും കൊടുക്കും. സോ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അഡ്വൈസ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? ബഡ്ജറ്റിംഗ് ഉൾപ്പെടും. നമ്മൾ ബഡ്ജറ്റ് ചെയ്യും ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മുടെ എക്സ്പെൻസസ് എങ്ങനെയായിരിക്കണം, അതുപോലെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഇൻകം ഏതൊക്കെ സോഴ്സിൽ നിന്ന് ലഭിക്കും. അതുപോലെ പലതരത്തിലുള്ള ഫോർകാസ്റ്റിംഗ് നടത്താം. സെയിൽസ് ഫോർകാസ്റ്റിംഗ്, പ്രോഫിറ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ, പല കാര്യങ്ങളും ഫോർകാസ്റ്റ് ചെയ്യാം. സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്താം. ഇത്തരത്തിൽ ഇതും അക്കൗണ്ടൻസിയുടെ സ്കോപ്പിനകത്ത് വരുന്നതാണ്. ഏറ്റവും അവസാനം ടാക്സേഷൻ. അക്കൗണ്ടന്റ് എൻഷുർ കംപ്ലയൻസ് വിത്ത് ടാക്സ് ലോ ആൻഡ് റെഗുലേഷൻസ്. അക്കൗണ്ടൻസ് എന്ത് ഉറപ്പ് വരുത്തും? ടാക്സിന്റെ നിയമങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തും. ദേ പ്രിപ്പയർ ആൻഡ് ഫയൽ ടാക്സ് റിട്ടേൺസ് ആൻഡ് പ്രൊവൈഡ് അഡ്വൈസ് ഓൺ ടാക്സ് പ്ലാനിങ്. ഇപ്പൊ ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് നിയമം പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ടാക്സ് കുറയ്ക്കുന്നതിനെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഇത് കള്ളത്തരത്തിൽ ചെയ്യുമ്പോഴാണ് ടാക്സ് ഇവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിയമം പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യം ചെയ്താൽ ഇന്ന ഇന്ന രീതിയിൽ പൈസ കുറയ്ക്കാം, നിങ്ങൾക്ക് ടാക്സബിൾ എമൗണ്ട് കുറയ്ക്കാം. അപ്പം നേരായ മാർഗത്തിൽ ചെയ്യുകയാണെങ്കിൽ ടാക്സ് പ്ലാനിങ്, നേരായ മാർഗത്തിലല്ല ചെയ്യുന്നതെങ്കിൽ ടാക്സ് ഇവേഷൻ ആണ്. ടാക്സ് ഇവേഷൻ ഇസ് എ പണിഷബിൾ ഓഫൻസ്. പക്ഷെ ടാക്സ് പ്ലാനിങ് ഈസ് നോട്ട്. ടാക്സ് പ്ലാനിങ് പെർമിറ്റഡ് ആണ്. അതാണ് ടാക്സ് പ്ലാനിങ്. ഇതും ചെയ്യുമാറ് ഒരു അക്കൗണ്ടന്റ്. അപ്പൊ അക്കൗണ്ടൻസിയുടെ സ്കോപ്പിൽ അതും വരും. അതുപോലെ തന്നെ കമ്പനിയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുക, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുക, അപ്പൊ GSTയുമായി ബന്ധപ്പെട്ട റിട്ടേൺസ് ഫയൽ ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെ. ഇതെല്ലാം ആരുടെ ഇതായിട്ട് വരും? അക്കൗണ്ടന്റിന്റെ ചുമതലയായിട്ട് വരും. ഇതെല്ലാം അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഹെഡിങ്ങിനകത്ത് വരും. സോ ഇതാണ് അക്കൗണ്ടൻസിയിലെ കീ ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് പിടിച്ചു, അക്കൗണ്ടൻസി എന്താണെന്ന് പിടിച്ചു. അപ്പൊ ബുക്ക് കീപ്പിംഗിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ തന്നെയാണ് അക്കൗണ്ടൻസി വരുന്നത്. ക്ലിയർ? പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരും അതിനകത്ത്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വരും, ഓഡിറ്റിംഗ് വരും, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അഡ്വൈസ് വരും, ഏറ്റവും അവസാനം ടാക്സേഷനും വരും. ഓക്കെ ആണോ? അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ എളുപ്പമാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് സഹായിക്കും അക്കൗണ്ടൻസി. പ്രോപ്പർ ആയിട്ട് ഓർഗനൈസേഷന്റെ ഫിനാൻസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. പിന്നെ രണ്ടാമത് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും. ഈ ഇൻഫർമേഷൻ കിട്ടിയാൽ ഈ അനാലിസിസിലൂടെ, ഈ ഒരു അഡ്വൈസിലൂടെ പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ സഹായിക്കും. കംപ്ലയൻസസ്, നിയമം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, റിക്വയർമെന്റ്സും റെഗുലേറ്ററി റിക്വയർമെന്റ്സും എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്തു പോരാൻ അക്കൗണ്ടൻസിയിലൂടെ ചെയ്യുന്ന ഓഡിറ്റിങ്ങും ഒക്കെ ആവശ്യമാണ്. ഏറ്റവും അവസാനം സ്ട്രാറ്റജിക് പ്ലാനിങ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി അതിന്റെ ബേസിസിൽ വിഭവങ്ങൾ സമാഹരിച്ച് അത് പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ കീഴിൽ വരുന്നത്? അക്കൗണ്ടൻസിയുടെ കീഴിൽ വരുന്നത്. അപ്പൊ ബുക്ക് കീപ്പിംഗും അക്കൗണ്ടൻസിയും ഒന്നാണോ? ഒന്നല്ല. പക്ഷെ രണ്ടും തമ്മിൽ എന്താ പറയുന്നത്? സിമിലാരിറ്റി ഉണ്ടോ? ഉണ്ട്. രണ്ടും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബുക്ക് കീപ്പിംഗിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് ഒരു നാരോ കോൺസെപ്റ്റ് ആണ്, അക്കൗണ്ടൻസി ഒരു ബ്രോഡർ വൈഡ് കോൺസെപ്റ്റ് ആണ്. അക്കൗണ്ടൻസിയില് ജസ്റ്റ് എന്താ പറയുന്നത്, റെക്കോർഡിംഗ് ക്ലാസിഫൈങ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇന്റർപ്രിട്ടേഷൻ വരും, അനാലിസിസ് വരും, ഓഡിറ്റിംഗ് വരും, പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്, അതുപോലെ തന്നെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന വരും, ടാക്സ് പ്ലാനിങ് വരും. ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടൻസിയിൽ വരുന്നത്. അതേസമയം ബുക്ക് കീപ്പിംഗിൽ എന്ത് മാത്രമേ ഉള്ളൂ? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. റെക്കോർഡിംഗ് ഈസ് ഡൺ ത്രൂ journal, classifying is done through ledger, and summarizing is done through trial balance. ആ പേര് ഓർത്ത് വെച്ചോണേ, ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞതിനകത്ത്, പഠിപ്പിച്ചതിനകത്ത്? ഡൗട്ട് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താ പറയുന്നത്, ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ജസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫറൻസിലോട്ട് പോവാം. ബുക്ക് കീപ്പിംഗും അക്കൗണ്ടൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത് സ്കോപ്പ് തന്നെ നോക്കാം. ബുക്ക് കീപ്പിംഗിന്റെ സ്കോപ്പ് ലിമിറ്റഡ്. ഞാൻ പറഞ്ഞു റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അത്രേ ഉള്ളൂ ബുക്ക് കീപ്പിംഗ്. അത് പ്ലസ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അക്കൗണ്ടൻസി. സോ ബ്രോഡർ ആണ്, ഇൻക്ലൂഡ് അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓൾസോ. ഓക്കെ ആണോ? ബുക്ക് കീപ്പിംഗിന്റെ കൂടെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഇത്രയും കൂടെ വരുമ്പോൾ അക്കൗണ്ടൻസി ആണ്. സോ ബുക്ക് കീപ്പിംഗ് ഹാസ് ലിമിറ്റഡ് സ്കോപ്പ് വൈൽ അക്കൗണ്ടൻസി ഹാസ് ബ്രോഡർ സ്കോപ്പ്. രണ്ടാമത് ഫംഗ്ഷൻ നോക്കുമ്പോൾ ബുക്ക് കീപ്പിംഗ് റെക്കോർഡിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡേറ്റ.
അത്രേ ഉള്ളൂ. റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. അക്കൗണ്ടൻസി അനാലിസിസ് വരുന്നുണ്ട്, ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, റിപ്പോർട്ടിംഗ് ഓഫ് ഡേറ്റ ഉണ്ട്. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ. ഇനി ബുക്ക് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ആക്യുറേറ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് എല്ലാം കണക്കുകളെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അക്കൗണ്ടൻസിയുടെയോ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻസൈറ്റ് ആൻഡ് അഡ്വൈസ്. ഫിനാൻഷ്യൽ ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുക, നിങ്ങൾ നിൽക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക, ഫിനാൻഷ്യൽ ഇൻസൈറ്റ്. എന്നിട്ട് അതിനകത്തുനിന്ന് എങ്ങനെ കരകയറാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ അഡ്വൈസ് കൊടുക്കുക. അതാണ് അക്കൗണ്ടൻസി. ഇനി ബുക്ക് കീപ്പിംഗിന് വേണ്ടുന്ന സ്കിൽ എന്ന് പറഞ്ഞാൽ ബേസിക് അക്കൗണ്ടിങ് നോളജ് മാത്രം മതി ബുക്ക് കീപ്പിംഗിന്. ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, ഒരു ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണോ അല്ലയോ, ഒരു ആക്ടിവിറ്റി എക്കണോമിക് ആക്ടിവിറ്റി ആണോ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണോ ഐഡന്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, സിമിലാരിറ്റിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുക, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, അത്രയും മതി. ബേസിക് അക്കൗണ്ടിങ് നോളജ് മതി ബുക്ക് കീപ്പിംഗിന്. പക്ഷെ അക്കൗണ്ടൻസിക്ക് അത് മാത്രം പോരാ, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് വേണം. ഇനി ബുക്ക് കീപ്പിംഗിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയുന്നത് കുറെ ഔട്ട്പുട്ടുകളാണ്. ബുക്ക് കീപ്പിംഗിൽ റെക്കോർഡ് ചെയ്യുന്ന ജേർണലില്, ക്ലാസിഫൈ ചെയ്യുന്ന ലെഡ്ജറില്, സമ്മറൈസ് ചെയ്യുന്ന ട്രയൽ ബാലൻസിൽ. അക്കൗണ്ടൻസിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെയാണ് ഇന്റർപ്രിട്ടേഷൻ അനാലിസിസ്. എന്നിട്ട് നമ്മൾ അതിന്റെ ആക്യുറസി ഓഡിറ്റിലൂടെ ഉറപ്പുവരുത്തും, ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണെന്ന്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ലിമിറ്റഡ് സ്കോപ്പ്, ബ്രോഡർ സ്കോപ്പ്. രണ്ടാമത് ഫംഗ്ഷൻ റെക്കോർഡിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡേറ്റ. ഇവിടെ അനലൈസിംഗ്, ഇന്റർപ്രിട്ടേഷൻ, റിപ്പോർട്ടിംഗ് ഡേറ്റയും കൂടെ വരുന്നു. ഒബ്ജക്റ്റീവ് എന്താ? മെയിൻറ്റെയിൻ ആക്യുറേറ്റ് റെക്കോർഡ്. അക്കൗണ്ടൻസിയുടെ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻസൈറ്റ് ആൻഡ് അഡ്വൈസ്. സ്കിൽ റിക്വയർഡ്, ബേസിക് സ്കില്ല് മാത്രം മതി ബുക്ക് കീപ്പിംഗിന്. അക്കൗണ്ടൻസിക്ക് അഡ്വാൻസ് സ്കില്ല് വേണം, അനലിറ്റിക്കൽ സ്കില്ല് വേണം. ഔട്ട്പുട്ട് ജേർണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. അക്കൗണ്ടൻസിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്സ്.